Hello students, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആൻഡ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. അപ്പോൾ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്നും എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾസ് എന്നും നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ 1-2 എക്സാമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു 4 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ടി മൈനസ് 2. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇതൊക്കെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ലിമിറ്റുകളുടെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ, ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ. ഈ ലിമിറ്റ് ടി ടെൻസ് ടു 4 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ടി മൈനസ് 2. അതിൻ്റെ ഇവാലുവേഷൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈസ് ലിമിറ്റ് ടി ടെൻസ് ടു 4 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ ടി മൈനസ് 2. അപ്പോൾ നമുക്കറിയാം, ഒരു ലിമിറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ, ലിമിറ്റ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ മാക്സിമം കാൽക്കുലേഷൻ ചെയ്ത് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ലിമിറ്റ് കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടി സ്ക്വയർ മൈനസ് 4നെ നമുക്ക് ടി പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 2 എന്നുള്ള ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലും ടി മൈനസ് 2, ന്യൂമറേറ്ററിലും ടി മൈനസ് 2 രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി ഉണ്ടാവുക ലിമിറ്റ് ടി ടെൻസ് ടു 4 ഇൻറ്റു ടി പ്ലസ് 2. ദാറ്റ് ഇസ് ഈക്വൽ ടു ടിക്ക് നമ്മൾ 2 എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ 16 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ശരിയല്ലേ? അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്താൽ നമുക്കറിയാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിന് നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് എന്നാണ് വരിക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ 0, കാരണം ഇവിടെ ക്യാൻസലേഷൻ ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുകയാണ് എങ്കിൽ സൈൻ 0 ഡിവൈഡഡ് ബൈ 0 എന്നാണ് വരിക. നമുക്കറിയാം സൈൻ 0 0 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0/0 എന്നുള്ള ഫോമിലേക്ക് വരും. ആക്ച്വലി ഈ 0/0 എന്നുള്ളൊരു ഫോം നമുക്ക് എന്താണെന്നറിയോ? ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലേ? അല്ലെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അറിയില്ല. 0/0 എന്നുള്ളതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു വാല്യൂ വരുന്ന ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന് നമ്മൾ ഈ സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ലിമിറ്റ് നമ്മൾ അതിൻ്റെ ജോമെട്രി നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ കർവ് ഒറിജിനിലേക്ക് അടുക്കുന്തോറും ഫ്രീക്വൻ്റ്ലി വാരി ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും -1 + 1 -1 + 1 എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്യുന്ന ഒരു കർവാണ് സൈൻ എക്സ് ബൈ എക്സിൻ്റെ. എന്നിട്ട് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ലിമിറ്റ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും അതെ, ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും അതെ, ആ വാരി ചെയ്ത് അവസാനം അത് 1ലേക്കാണ് എത്തുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിമിറ്റാണ്. ഇത് നമ്മളോട് ബൈ ഹാർട്ട് പഠിക്കാനായിട്ട് ടീച്ചേഴ്സ് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഈ ലിമിറ്റ് നമ്മൾ ജോമെട്രി നോക്കിയിട്ട്, അതിൻ്റെ ഗ്രാഫ് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതായത് 0ൻ്റെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്താലും ഇത് 1ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓൾജിബ്രേക്കിലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ നോക്കുമ്പോൾ നമുക്കത് 0/0 എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ 0/0 എന്നുള്ള ഫോം നമുക്കൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, അല്ലേ? ന്യൂമറേറ്ററിൽ 0 വരുമ്പോൾ സാധാരണ നമ്മൾ ഈക്വൽ ടു 0 എന്ന് വാല്യൂ എഴുതാറുണ്ട്. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും കൂടി 0 വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. ഇനി ഡിനോമിനേറ്ററിൽ മാത്രം 0 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻഫിനിറ്റി എന്ന് എഴുതാറുണ്ട്. ഇപ്പോൾ ഇവിടെ 0/0 എന്നുള്ള ഫോമിൽ വരുമ്പോൾ നമുക്കത് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി അതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ ദാ ഇവിടെ പറയുന്നുണ്ട്, ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണെന്നില്ല, എക്സ് ടെൻസ് ടു എനി നമ്പർ എ എന്ന് എഴുതിയാൽ മതി. ഇവിടെ ജനറലായിട്ട് എ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 and limit x tends to a g of x equal to 0, then the limit x tends to a f of x by g of x is called an indeterminate form of the type 0/0. ഓക്കെ, അതായത് ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റും 0 ആണ്,
ഡിനോമിനേറ്ററിന്റെ ലിമിറ്റും 0 ആണ്. സാധാരണ ഇങ്ങനെ ഒരു കോഷ്യന്റ് തരുമ്പോൾ, ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു കോഷ്യന്റ് തരുമ്പോൾ നമ്മൾ ഈ ലിമിറ്റ് ന്യൂമറേറ്ററിലേക്കും ഡിനോമിനേറ്ററിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മുകളിൽ ന്യൂമറേറ്ററിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്നും ഡിനോമിനേറ്ററിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് എന്നുമാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ വാല്യൂസ് നമുക്ക് തന്നത് പ്രകാരം അത് 0/0 എന്നുള്ളത് വരും. അത്തരത്തിലുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0. ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഫോമിനെയാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോം 0/0 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ളത് നോട്ട് എഴുതുമ്പോൾ, നോട്ട് നിങ്ങൾ തന്നെത്താനെ എഴുതുക. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ നോട്ട് എഴുതുമ്പോൾ ഈ രണ്ട് ലിമിറ്റ്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ഫോം വരണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ രണ്ട് ലിമിറ്റ് ഒന്ന് എഴുതുക. ഈ രണ്ട് ലിമിറ്റ്, ഈ ലിമിറ്റ് ഇതാ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം ആയിട്ട് എഴുതി വെക്കുക. ദെൻ ഈ ലിമിറ്റ് എടുക്കുക. ഈ ലിമിറ്റ് എടുക്കുമ്പോൾ limit extends to 0 sin x by x, that is equal to limit extends to 0 sin x divided by limit extends to 0 x എന്ന് എഴുതുക. അപ്പോൾ അത് 0/0 ഫോം ആണ് എന്ന് എഴുതുക. ആൻഡ് ഫ്രം ജോമെട്രി, അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യം അവിടെ താഴെ പറയുന്നുണ്ട്. From geometry, by use geometric argument, it can be shown that this equal to 1 എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അതിൻ്റെ വാല്യൂ അവിടെ എഴുതി വെക്കുക. അപ്പോൾ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഈ രണ്ട് ലിമിറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെക്കുക. ഈ രണ്ട് ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റാണ്. ഫസ്റ്റ് ലിമിറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ലിമിറ്റ് ഇങ്ങനെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 0/0 ഫോം ആണ് വരിക. ബട്ട് ഫ്രം ജോമെട്രി, അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാലോ, ഗ്രാഫും കൂടെ അവിടെ വരച്ച് വെക്കുക. ബട്ട് ഫ്രം ജോമെട്രി ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 എഴുതി വെക്കുക. പക്ഷേ ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടെക്സ്റ്റുകൾ, അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്ന കോണ്ടെക്സ്റ്റ് ഏതാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ അവിടെ എഴുതി വെച്ച ശേഷം മൂന്നാമതായിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ട കാര്യമാണ് ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോമിൻ്റെ ഡെഫിനിഷൻ. അത് ഇവിടെ തുടങ്ങി എഴുതിയാൽ മതി. If limit extends to a f of x equal to 0 and limit extends to a g of x equal to 0, then the limit extends to a f of x by g of x is called an indeterminate form of the type 0/0. അത്രയും കാര്യങ്ങൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. 3 കാര്യങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡിങ്, നോട്ടിൽ നെക്സ്റ്റ് ഹെഡിങ് the indeterminate forms 0/0 and infinity/infinity. The indeterminate forms 0/0 and infinity/infinity. അപ്പോൾ 0/0 ഫോമിൽ വരുന്നതും ഇൻഫിനിറ്റി ഫോമിൽ വരുന്നതും രണ്ടും ഒന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ 0/0 ഫോമിലുള്ളത്. ഇൻഫിനിറ്റി ഫോമിൽ വന്നാലും നമുക്ക് അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം തന്നെയാണ്. ന്യൂമറേറ്ററിൽ മാത്രം ഇൻഫിനിറ്റി വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഈക്വൽ ടു ഇൻഫിനിറ്റിയാണ് ആ വാല്യൂ വരിക അല്ലേ. ഡിനോമിനേറ്ററിൽ ഒരു നമ്പറും ന്യൂമറേറ്ററിൽ ഇൻഫിനിറ്റിയും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ്. ഇനി ന്യൂമറേറ്ററിൽ ഇൻഫിനിറ്റിയും ഡിനോമിനേറ്ററിൽ നമ്പറും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയാണ് അല്ലേ. ഇനി ന്യൂമറേറ്ററിൽ നമ്പറും ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റിയും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ് അല്ലേ. അതും നമുക്കറിയാം. പക്ഷേ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൂടി ഇൻഫിനിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 0/0 എന്നുള്ള ഫോം പറഞ്ഞ പോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെയും നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം തന്നെയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് 0/0യും ഇൻഫിനിറ്റി/ഇൻഫിനിറ്റിയും. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു സ്ഥലത്ത് ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ ഇതിലേതെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ വാല്യൂ അറിയാം. അതൊന്ന് പഠിച്ചു വയ്ക്കണം കേട്ടോ. ന്യൂമറേറ്ററിൽ മാത്രം 0 വരും, ഡിനോമിനേറ്ററിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി ന്യൂമറേറ്ററിൽ ഒരു നമ്പറും ഡിനോമിനേറ്ററിൽ 0യും വന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഇനി ഇൻഫിനിറ്റി ഫോമിൽ മോളിൽ ഇൻഫിനിറ്റിയും താഴെ ഒരു നമ്പറും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. അത് നോട്ടിൻ്റെ സൈഡിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ മുകളിൽ ഒരു നമ്പറും താഴെ ഇൻഫിനിറ്റിയും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. പക്ഷേ 0/0യും ഇൻഫിനിറ്റിയും ആ രീതിയിൽ വന്നാൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ഫോംസിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്ന് പറയുക.
ഇനി അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, അപ്പോൾ ആ ലിമിറ്റ്സ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചിലതൊക്കെ നമുക്ക് ക്യാൻസലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ അത് 0/0 ഫോം ആയിട്ടും ഇൻഫിനിറ്റി ഫോം ആയിട്ടും നമുക്ക് നോക്കുമ്പോൾ തോന്നും. പക്ഷേ ചിലപ്പോൾ അതിൽ ക്യാൻസലേഷൻസ് പോസിബിൾ ആയിരിക്കും. അങ്ങനെ ക്യാൻസലേഷൻസ് ഉള്ള ഫങ്ഷൻസ് ആണ് എങ്കിൽ നമുക്കത് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം മാക്സിമം ക്യാൻസലേഷൻ ചെയ്ത ശേഷം മാത്രമല്ലേ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അതല്ലാത്ത കേസിൽ ക്യാൻസലേഷൻ ഒന്നുമില്ല, എല്ലാ ക്യാൻസലേഷൻ ചെയ്തിട്ടും 0/0 ഫോമിലോ ഇൻഫിനിറ്റി ഫോമിലോ തുടരുകയാണ് എങ്കിൽ, അങ്ങനെ തന്നെ നിൽക്കുകയാണ് എങ്കിൽ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പുതിയൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പുതിയൊരു റൂള് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതെല്ലാം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അത് വിട്ടിട്ട് ബാക്കിയുള്ളത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതും നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ, അപ്പോൾ ഇത് ഹെഡിങ് എഴുതാട്ടോ, അതാ ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് 0/0. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് റൈറ്റ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് x² എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് x² ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, ക്യാൻസലേഷൻ ചെയ്യണം. ഇവിടെ പോസിബിൾ ആണ്, ക്യാൻസലേഷൻ പോസിബിൾ ആണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മുകളിലും 0 വരും, അടിയിലും 0 വരും അല്ലേ. ഇതിനെ നിങ്ങൾ h ടെൻസ് ടൂലിക്കൊക്കെ മാറ്റി എഴുതിയിട്ടാണ് ചെയ്യാറെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ലിമിറ്റ് h ടെൻസ് ടു 0 പ്ലസ് h² 0 h എന്നൊരു എച്ചിലേക്ക് മാറ്റിയിട്ട് ചെയ്യാറില്ലേ റൈറ്റ് ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. ഇവിടെ ഇപ്പോൾ ഇത് 0ന്റെ റൈറ്റ് ലിമിറ്റും 0ന്റെ ലെഫ്റ്റ് ലിമിറ്റും ആയതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് 0 കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല. വേറെ ഏതെങ്കിലും നമ്പർ ആയിരുന്നുവെങ്കിൽ എച്ചിലേക്ക് മാറ്റിയിട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ആ എച്ചിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നത് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0ന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ആയതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഇതിൽ 0 കൊടുത്താലും പ്രശ്നമൊന്നും സംഭവിക്കില്ല. അപ്പോൾ എന്നിരുന്നാലും ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ എന്താ തോന്നുക, മുകളിലും 0 വരും, താഴെയും 0 വരും. അപ്പോൾ ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് നമുക്കൊരു ഫീലിംഗ് വരും. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒറ്റ വാല്യുവേഷനിൽ 0/0 ഫോമാണ്. പക്ഷെ നോക്കി നമുക്കിവിടെ മാക്സിമം ക്യാൻസലേഷൻസ് പോസിബിൾ ആണ്. ക്യാൻസൽ ചെയ്ത് എന്താവും, ഒരു എക്സ് മുകളിൽ നിന്നും ഒരു എക്സ് താഴെ നിന്നും ക്യാൻസൽ ചെയ്ത് പോയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് x എന്നായി മാറും. ഇപ്പം ഇതെന്തല്ല 0/0 ഫോം അല്ല. അപ്പോൾ ഡയറക്റ്റ് നോക്കുമ്പോൾ ചിലത് ഡയറക്റ്റ് നോക്കുമ്പോൾ 0/0 ഫോം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോം എന്ന് തോന്നിയാലും ഒരു പക്ഷേ ക്യാൻസലേഷന് ശേഷം അത് അങ്ങനെ അല്ലാതാവാം. നമുക്ക് സുഖമായിട്ട് അതിനെ വാല്യൂറ്റ് ചെയ്യാൻ പറ്റാം. അപ്പോൾ അങ്ങനെ ഒരു കേസാണിത്. ഇതിൽ നീ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 3x. അപ്പോൾ ഇതും അതേ നമുക്ക് ഡയറക്റ്റ് 0 കൊടുത്തിട്ട് ഒറ്റൊരു വാല്യുവേഷനിൽ 0/0 ഫോം ആണല്ലോ എന്ന് തോന്നും. പക്ഷെ വരട്ടെ, അതിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്ത ശേഷം ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ നോക്കിയാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 2/3 വരുള്ളൂ. ലിമിറ്റ് എവിടെയും കൊടുക്കാനില്ല, എക്സിൻ്റെ ടേമേ ഇല്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2/3 തന്നെയാണ് അതിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അവിടെയും നമുക്ക് 0/0 ഫോം ആണെങ്കിൽ പോലും ഇവാലുവേറ്റ് ചെയ്യാൻ ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. അടുത്ത പ്രോബ്ലം നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് x/x². അപ്പോൾ അതും അതേ നമുക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് 0/0 ഫോം ആണ് എന്ന് ഫീൽ ചെയ്യും. പക്ഷേ ക്യാൻസലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x എന്നാണ് വരിക. അപ്പോൾ 1/0 ആണ് വരിക. 1/0 നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അറിയുന്നതാണ്. ഇത് ഈസ് ഇൻഫിനിറ്റി, റൈറ്റ് ലിമിറ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് നമുക്കിവിടെ വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നില്ല. കാരണം ക്യാൻസലേഷന് ശേഷം എല്ലാം നോർമലായിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. 0/0 ഫോമിൽ നിൽക്കുന്നില്ല. എല്ലാം നോർമൽ നമുക്ക് സാധാരണ ചെയ്യാറുള്ള പോലെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ചില പ്രോബ്ലംസിൽ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇത്രയും ഒന്ന് നോട്ടിലേക്ക് ഈ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചാൽ മതി, ഈ ഹെഡിങ് എഴുതിയിട്ട്. ഇനി ചില പ്രോബ്ലംസ് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ക്യാൻസലേഷനൊക്കെ കഴിഞ്ഞ ശേഷവും അതിൻ്റെ വാല്യൂ 0/0 ആയിട്ട് തന്നെ നിൽക്കും. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂള് യൂസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. തൽക്കാലം നോട്ട് എഴുതുമ്പോൾ ഈ 3 പ്രോബ്ലംസ് കഴിയുന്നത് വരെ നിങ്ങൾ ചെയ്തു വയ്ക്കുക. ഓക്കെ.